ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയയും മുട്ടയൊക്കെ വെച്ചിട്ട് എണ്ണയില്ലാത്ത മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളാരും മനസ്സിൽ പോലും വിചാരിക്കാത്ത അത്രയും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓവർ സമയമൊന്നും കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് കുറച്ചൊരു കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ കേട്ടോ 1 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സേമിയം കൂടി ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് ഈ സേമിയ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 കപ്പ് സേമിയക്ക് 1 കപ്പ് വെള്ളം മതിയാവും കേട്ടോ ഏകദേശം. ഇനി 1/4 വേണമെങ്കിൽ 1-2 ടീസ്പൂൺ അളവിലും ഒരു ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്, പിന്നെ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ടേൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഞാൻ ഇവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. 1/4 കപ്പ് മതിയാവും. എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് മുട്ടയിലൊക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ചെറിയ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ആകുമ്പോഴേക്ക്. അപ്പം നമുക്ക് ആ സേമിയൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാണെങ്കിൽ ഒന്ന് ചെറിയൊരു ചൂട് പോയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ അടിയിൽ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 10 to 15 മിനിറ്റ് ഏകദേശം ലോ മീഡിയത്തിൽ വെച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് അടിയിൽ വേണമെങ്കിൽ ഒരു കട്ടിയുള്ള പാനൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കിവിടെ ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മുകളിൽ നിങ്ങൾ കുറച്ച് കുക്ക് ആവാനുണ്ടെങ്കിൽ ഒരു നെയ്യ് തടവിയ പാനിലേക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.